എന്ന് വീട്ടിൽ തേങ്ങ വലിക്കുന്നോ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന ആളാണ് അച്ചച്ചൻ്റെ കൂടെ അവിടെ ഇരുന്ന് തേങ്ങയെല്ലാം പെറുക്കി വെക്കാൻ സഹായിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ തേങ്ങ വലിച്ചു കഴിഞ്ഞ് തേങ്ങ പൊളിക്കാൻ ആൾക്ക് ഭയങ്കര തിരക്കാണ്. പൊളിച്ചു കഴിഞ്ഞിട്ട് വിൽക്കാൻ പോവാമല്ലോ. അങ്ങനെ വിൽക്കാൻ പോകാൻ വേണ്ടിയിട്ട് ദക്ഷയും ധൃതിയും കൂടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഉച്ച സമയത്താണ് പോകുന്നത്. പോകുന്നതിന് മുന്നേ കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയോ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു. ഓട്ടോറിക്ഷ മാമ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് മാങ്ങയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സിലൊക്കെ മാങ്ങയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി ധൃതിമോള്. പിന്നെ ദക്ഷ ധൃതിക്കുട്ടിക്ക് മുടിയൊക്കെ ചീക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഓട്ടമാമൻ വന്നു. അച്ചച്ചനും ഓട്ടമാമനും കൂടെ കൂടിയിട്ട് പൊളിച്ച തേങ്ങയെല്ലാം ചാക്കിലാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി വെച്ചു. പിന്നെ കുറച്ച് അടക്കയും കുരുമുളകും ഉണ്ടായിരുന്നു. അതും കൂടെ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി വെക്കുകയാണ്. പിന്നെ അതാ 1 by 1 ആയിട്ട് ധൃതി, ദക്ഷ, അച്ചച്ചൻ ഇവർ 3 പേരും കൂടിയാണ് ഓട്ടോറിക്ഷയിൽ പോകുന്നത്. മുണ്ടിക്കത്താഴം, കോഴിക്കോടുള്ള മുണ്ടിക്കത്താഴത്തുള്ളൊരു ഹോൾസെയിലായിട്ട് എടുക്കുന്നൊരു ഷോപ്പുണ്ട്. അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം അവിടെ വെളിച്ചെണ്ണ ആട്ടിയതും കിട്ടും, കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണയും കിട്ടും അവിടെ. അപ്പോൾ അവിടെ തന്നെയാണ് വാങ്ങുകയും ചെയ്യുക. അങ്ങനെ ഇതാ അച്ഛനും മക്കളും കൂടെ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തെല്ലാമോ വാങ്ങിയിട്ടുണ്ട്. ഒരു കവറുണ്ട് കയ്യിൽ. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ്. ധൃതിമോള് പോകുന്നതിന് മുന്നേ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അച്ഛനോട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ബോക്സ് വേണം, ബുക്ക് വേണം, ക്ലേ വേണം, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കവായ് സ്റ്റിക്കർ, 2 പേർക്കും കവായ് സ്റ്റിക്കറിനോട് ഭയങ്കര ക്രേസാണ്. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അതൊരു ഭയങ്കര ഇഷ്ടമാണുള്ള. ഫാൻസിയിൽ മുഴുവനും ഈ കവായ് സ്റ്റിക്കറുണ്ട്. അപ്പോൾ അവർ 2 പേരും കൂടെ കവായ് സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അംഗനവാടി പോകുമ്പോൾ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞിട്ട് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നോട്ട് ബുക്ക് ദക്ഷയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ബോക്സിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് ധൃതിമോള്. പിന്നെ ആ വെളിച്ചെണ്ണ ആട്ടുന്ന സ്ഥലമാണല്ലോ അവിടെ. അപ്പോൾ അവിടെ നിന്ന് വെളിച്ചെണ്ണയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇവിടേക്കും വാങ്ങിക്കും, പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീട്ടിലേക്കും കൊടുക്കും. അവിടേക്കും വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ. ശരിക്കും ഇതൊക്കെ വലുതായാലും അവർക്കെന്ന് ഓർത്തിരിക്കാനുള്ളൊരു നല്ലൊരു ഓർമ്മകളായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്